ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് തിരുമല പിടാരത്തിനടുത്താണുള്ളത്. ഇവിടെ 5 സെൻറ്റിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയ നല്ലൊരു ആർക്കിടെക്ചറൽ ഡിസൈനിൽ തീർത്തിരിക്കുന്ന ഒരു കിടിലൻ വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ 85 ലക്ഷം രൂപയ്ക്ക് അകത്ത് ഈ ഒരു ലൊക്കേഷനിൽ വീട് നോക്കുന്നെങ്കിൽ തീർച്ചയായും സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം. അപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ട് ഗേറ്റിലേക്ക് വരാം. ഇവിടെ ഒരു വിക്കറ്റ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഗേറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ആയിട്ടൊരു കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ആയിട്ടും കാർ പാർക്ക് ചെയ്യാം. 2 വലിയ കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. 2 ഭാഗത്തും പ്ലാന്റ്സും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ആയിട്ട് കിണറും കൊടുത്തിട്ടുണ്ട്. മുറ്റം മുഴുവൻ ഇന്റർലോക്കാണ് വിരിച്ചിരിക്കുന്നത്. കാർ പാർക്കിൻ്റെ പുറകിലായിട്ട് ഫുള്ള് ടെക്സ്ചർ വർക്ക് കാണാം. അവിടെ ഫുള്ളും തേക്കാണ് വിൻഡോസ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് കതകും അതുപോലെ ഈ കാണുന്ന ക്ലാഡിങ് എല്ലാം തേക്ക് തന്നെയാണ്. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് ഇവിടെ ആയിട്ട് നമുക്ക് ചുടുകല്ലിൻ്റെ ഡിസൈനിലുള്ള ടൈൽ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും പെബിൾസും അതുകൂടാതെ തന്നെ നമുക്കിവിടെ പ്ലാന്റേഷനും കാണാം. അപ്പോൾ നമുക്ക് നേരെ സിറ്റ് ഔട്ടിലേക്ക് വരാം. സിറ്റ് ഔട്ട് നോക്കുവാണെങ്കിൽ ഫുള്ള് ലെപ്പോത്ര ഗ്രാനൈറ്റാണ്. അതിൻ്റെ റൈസറും ട്രെഡും അതുകൂടാതെ തന്നെ ഫ്ലോറിങ് ഫുള്ളും ലെപ്പോത്ര ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. അകത്തേക്ക് വരുമ്പോഴും അത് വിശാലമായിട്ടുള്ളൊരു ലിവിങ് ഏരിയയിലേക്ക് വരുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന 160/80 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. മുകളിലെല്ലാം കിടുകയായിട്ടുള്ള സീലിംഗ് ചെയ്തിരിക്കുകയാണ്. നല്ല നീറ്റായിട്ട് സീലിംഗ് ഫുൾ സീലിംഗ് കൊടുത്തിരിക്കുകയാണ്. സൈഡിലായിട്ടൊരു പെയിൻറ്റ് ടെക്സ്ചറും കാണാം. വളരെ നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ്. നല്ല ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ TV ഉണ്ട്. വലിയ TV ഉണ്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം WPC പാനലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വോൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഐ സ്ട്രെയിൻ ഇല്ലാതെ തന്നെ TV വാച്ച് ചെയ്യാൻ പറ്റുന്ന അത്രയും ലെങ്തുള്ള ലിവിങ് ഏരിയയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഇതാണ് അവിടുത്തെ ഡൈനിങ് ഏരിയ. ഇവിടെയും സ്പേസ്ഫുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ്. ഈ ഡൈനിങ് ഏരിയയുടെ മുകളിലായിട്ട് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സീലിംഗ് ചെയ്തിട്ടുണ്ട്. സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടെ ഒരു കബോർഡും കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റെയറിന് അടിയിലായിട്ട്. ഇനി നമുക്ക് നേരെ വാഷിംഗ് കൗണ്ടറിലേക്ക് വരാം. ഇവിടെ എല്ലാം പെബിൾസ് വിരിച്ചിരിക്കുകയാണ്. ഒരു ഗോൾഡൻ തീമിലുള്ള വാഷ് ബേസിനെ കൊടുത്തിരിക്കുന്നത്. ടാപ്പും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ രീതിയിൽ അതിൻ്റെ കോമ്പിനേഷൻ തന്നെയാണ് 6 മിററും ലൈറ്റും കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം സ്വിച്ച് ബോർഡ് യൂസ് ചെയ്യുന്നത് ലെഗ്രൻഡ് എന്ന ബ്രാൻഡാണ്. ഈ ഡൈനിങ് ഏരിയ നമുക്ക് നേരെ നല്ലൊരു വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലേക്കുള്ള ആക്സസ് കിട്ടുന്നുണ്ട്. അതാണ് വിൻഡോസ് എല്ലാം. ഇവിടെ 4 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ DBയിലേക്ക് പോകും. DB അത് നോക്കാം. ഇവിടെ പുറമെ DB ഹാവൽസ് ആണ്. അങ്ങനെ നോക്കാം ഫുള്ള് ലെഗ്രൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 3 ഫേസ് കണക്ഷനാണ് വരുന്നത്. അതുമാത്രമല്ല ഇനി ഇവിടെ ആയിട്ടാണ് റൂമിൻ്റെ സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോയറിലേക്കാണ്. ഇവിടെ ആയിട്ട് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തേക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. ഇവിടെ കിച്ചൺ നോക്കുവാണെങ്കിൽ നല്ല സ്പേസുള്ള കിച്ചൺ തന്നെയാണ്. മുകളിലായിട്ട് നല്ലൊരു ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫേബറിൻ്റെ ഹുഡും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൗണ്ടർ ടോപ്പ് നോക്കുവാണെങ്കിൽ ഫുൾ ബോഡി ടൈൽസായി യൂസ് ചെയ്തിരിക്കുന്ന 2 സിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വർക്ക് ഏരിയയിലേക്ക് പോകാം. കിച്ചൺ മാത്രമല്ല വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ അതുപോലെ തന്നെയാണ്. ഫുൾ ബോഡി ടൈൽസായി യൂസ് ചെയ്തിരിക്കുന്ന കബോർഡ് കാണാം. അതുപോലെ മുകളിൽ വേണമെങ്കിൽ അപ്പർ ക്യാമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൂടാതെ നമുക്ക് ഒരു സ്മെല്ലി ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി ഓപ്ഷനുണ്ട്. ഇവിടെ തന്നെ ഹാൻഡ് ഷവറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നോക്കുവാണെങ്കിൽ ഒരു നനകല്ലും കൊടുത്തിട്ടുണ്ട്. മുറ്റത്ത് ഇവിടെ ആയിട്ട് ചെടി വയ്ക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമ്മളൊരു ഫോയറിലേക്ക് വന്നിട്ട് റൂമിലേക്ക് വരുന്നു. അതിൻ്റെ മുകളിലായിട്ട് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ റൂമിലേക്ക് വരാം. റൂമിലേക്ക് വരാം. അത് വിശാലമായിട്ട് റൂം തന്നെയാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന 160/80 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. കജാരി എന്ന ബ്രാൻഡാണ്. ഇതിൽ എപ്പോക്സി കൂടെ ചെയ്ത് തരുന്നതാണ്. മുകളിലായിട്ട് നല്ല രീതിയിലുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ബെഡ് സ്വിച്ച് എല്ലാം കാണാം. അതുപോലെ ഈ ഭാഗത്തായിട്ട് നല്ലൊരു പെയിൻറ്റ് ടെക്സ്ചറും കൊടുത്തിട്ടുണ്ട്. വലിയ വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയുണ്ട് നോക്കാം. വാഷ്റൂമിലേക്ക് വരുമ്പം ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് സെറ എന്ന ബ്രാൻഡാണ്. അതുകൂടാതെ തന്നെ ഹാൻഡ് ഷവർ കൊടുത്തിട്ടുണ്ട്. ഡൈവർട്ടർ കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റ് പേപ്പർ യൂസ് ചെയ്യാനുള്ള ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ 2ാമത്തെ റൂമിലേക്ക് പോകാം. 2, 3, 4 റൂമെല്ലാം മുകളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റെയറിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റെയറിലേക്ക് വരാം. ഇവിടെ ആയിട്ട് കണ്ടോ ഫുള്ളായിട്ടും ഒരു ടൈൽ ക്ലാഡിങ് പോലുള്ള പെയിൻറ്റ് ടെക്സ്ചറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല നീറ്റായിട്ടുള്ള പെയിൻറ്റ് സ്മൂത്താണത്. ഇവിടെ ആയിട്ട് നോക്കുവാണെങ്കിൽ നല്ല തേക്കിൻ്റെ ഹാൻഡ് റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റെപ്പ് ട്രെഡ് കൊടുത്തിരിക്കുന്ന ലെപ്പോത്ര ഗ്രാനൈറ്റാണ്. റൈസർ ടൈലുമാണ്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകാം. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് 4 പർഗോളകൾ കാണാം. അതുപോലെ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. അതേ പാറ്റേണിൽ കൊടുത്തിരിക്കുകയാണ്. മുകളിലായിട്ട് നല്ല ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്.
ഒരുപാട് പർഗോളയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും അപ്പർ ലോഞ്ചിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ അപ്പർ ലോഞ്ചിലേക്ക് വരാം. ഇവിടെ അപ്പർ ലോഞ്ച് എൽ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്, ഫാനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 റൂമുകളാണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ഫസ്റ്റ് റൂമിലെ കാഴ്ചകളിലേക്ക് വരാം. ഈ റൂം നോക്കുവാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 160/80 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. മുകളിലും സീലിംഗ് ചെയ്തിട്ടുണ്ട്, നല്ല വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ റൂമിൽ ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട്. ആ ബാൽക്കണി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു ബാൽക്കണി നോക്കുവാണെങ്കിലും നല്ല രസമുള്ള ബാൽക്കണിയാണ്. ഇവിടെ ഫുള്ളായിട്ട് WPC പാനലൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 ആണ്. അതുകൂടാതെ ഇവിടെ ആയിട്ട് ഗ്ലാസും കൊടുത്തിട്ടുണ്ട് പാർട്ടീഷനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിൽ ഇതും സെറ എന്ന ബ്രാൻഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഡൈവർട്ടറും കൊടുത്തിട്ടുണ്ട്. സെറ കൂടാതെ ഇവിടെ ജാഗോർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ 3ാമത്തെ റൂമിലേക്ക് പോകും. അപ്പോൾ ഈ 3ാമത്തെ റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 160/80 സൈസിലുള്ള കജാരിയുടെ വെട്രിഫൈഡ് ടൈൽ തന്നെയാണ്. നല്ലൊരു സീരീസിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലും സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇനി മിറർ യൂണിറ്റ് മാത്രം സെറ്റ് ചെയ്താൽ മതി. ഇവിടെ ആയിട്ട് ആ ഒരു പെയിൻറ്റ് ടെക്സ്ചറാണ് കൊടുത്തിരിക്കുന്നത്. AC പോയിന്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ബെഡ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിലും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സെറയും ജാഗോറും തന്നെയാണ്. അത് നല്ല ഇവിടെ ആയിട്ട് ടവൽ റോഡും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ 4ാമത്തെ റൂമിലേക്ക് പോകും. ഇതാണ് 4ാമത്തെ റൂം. ഇതൊരു ഗസ്റ്റ് റൂം പോലെയാണ്. ഇവിടെ ഇനി വാർഡ്രോബ് വെക്കാനുണ്ട്. അതുപോലെ മുകളിലെല്ലാം സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഈ ഒരു ഫോയറിലേക്ക് വന്നിട്ടാണ് വാഷ്റൂം കൊടുത്തിരിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സെറ തന്നെയാണ്, സെറയും ജാഗോറും തന്നെയാണ്. അവിടെയും വലിയൊരു ടവൽ റോഡും കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ നമുക്കൊരു കോമൺ ആയിട്ടുള്ള ബാൽക്കണി വരുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ ആ ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് ആ ബാൽക്കണിയിലേക്കുള്ള ഡോറ്. ഇതും തേക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് വരാം. അതിവിശാലമായിട്ടുള്ള ബാൽക്കണിയാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന 160/80 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. അതുകൂടാതെ ഇവിടെ എല്ലാം പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയെല്ലാം ഹാൻഡ് റെയിൽസ് എല്ലാം 304 തന്നെയാണ്. മുകളിലായിട്ട് പർഗോളകൾ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് പോളികാർബൺ ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ടെറാക്കോട്ട ജാളിയാണ്. അതൊരു വൈറ്റ് പെയിൻറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെയും പ്ലാന്റ്സ് കാണാം. അപ്പോൾ നമുക്ക് നേരെ ഓപ്പൺ ടെറസിലെ കാഴ്ചകളിലേക്ക് പോകും, അല്ലെങ്കിൽ റൂഫ് ടോപ്പ് ഏരിയയിലെ കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് ഈ വീടിൻ്റെ റൂഫ് ടോപ്പ് ഏരിയ. ഇവിടെ ഫുള്ള് വാട്ടർ പ്രൂഫ് കോട്ട് ചെയ്തിരിക്കുന്ന 2 ടാങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാട്ടർ കണക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്തു തരുന്നതാണ്. ഈ വീടിൻ്റെ ഫേസിംഗ് എന്നുള്ളത് ഈസ്റ്റാണ്, കിഴക്ക് ദർശനത്തോടു കൂടിയ വീടാണ്. അതുകൊണ്ട് തന്നെ വാസ്തുപരമായി നോക്കുന്നവർക്ക് നല്ലതാണ്. ഇവിടെ ആയിട്ട് പർഗോളയുടെ മുകളിലത്തെ ഒരു ഭാഗവും കാണാം. അപ്പോൾ തിരുവനന്തപുരത്ത് തിരുമല പിടാരത്തിനടുത്ത് 85 ലക്ഷം രൂപ ബജറ്റിനകത്ത് സ്വന്തമാക്കാൻ പറ്റുന്നൊരു വീടാണ്. അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.